ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വന്നിരിക്കുന്നു. ഞാൻ എങ്ങോട്ടേ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് ഓർത്തു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് പോകാം. ചേട്ടന് ഇറങ്ങാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ആൾക്ക് എക്സാം ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. ഇന്ന് ഞാനും ഡൂഡും കൂടെയാണ് പോകും. എൻ്റെ ക്യാമറമാൻ ഡൂഡു ആയതുകൊണ്ട് തന്നെ ചെറിയ അപാകതകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഇതൊന്നും ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. വന്ന് കയറിയതേ ഉച്ചയ്ക്കായി, വിശന്നു, ചോറൊക്കെ വേഗം തന്നെ കഴിച്ചു. അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരുന്നൊന്നുമല്ല. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും അവിടെ ഇരിക്കുകയല്ലേ, രണ്ടുപേരും വാ എന്നൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം ആൾ നല്ല രീതിയിൽ നിർബന്ധിച്ചു. അപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ് ഞാൻ. ഡൂഡു ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന സമയം കളയാറില്ല കേട്ടോ. പുറത്തേക്ക് ആൾ ചാടി ഇറങ്ങും. അപ്പോൾ ആളുടെ കൂടെ ഞാനും ഇറങ്ങും. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെയുള്ള ചെടികളൊക്കെ. ആകെ വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ. ഈ ചെടികൾക്ക് എന്നും വൈകുന്നേരം വെള്ളമൊഴിക്കുക, ഇതൊക്കെ തന്നെയാണ് അച്ഛൻ്റെ ഒരു മെയിൻ ഹോബി. എന്നാൽ അമ്മയ്ക്ക് ഈ റോസ് അങ്ങനെയുള്ള കുറേ ചെടിയൊക്കെ ഇഷ്ടമാണല്ലോ. എന്താണെന്നറിയില്ല, ഈ മുള്ളുള്ളതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അച്ഛൻ വീട്ടിൽ വയ്ക്കാൻ എൻ്റർടൈൻ ചെയ്യാറേ ഇല്ല. മേ ബി ഇനി ഡൂഡു ഇടയ്ക്ക് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഈ ചെടികൾ കൂടാണ്ട് പിന്നെ ഒരു ഇല്ലി, പിന്നെ നമ്മുടെ പനിക്കൂർക്ക, ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത്. ചെടികൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കുറവാണ്. പിന്നെ ഇവിടെ ഒരു പേരയുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ലപോലെ പേരയ്ക്ക ഉണ്ടാവാറുണ്ട്. പക്ഷേ ചിലതൊക്കെ പുഴുവും കാണാറുണ്ട്. നേരത്തെ ഒന്നും അത്ര പുഴുവൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു 2 തവണയായിട്ട് കുറച്ചൊക്കെ പുഴു കാണാറുണ്ട്. പക്ഷേ അത് വല്ലാണ്ട് പഴുത്തതിൻ്റെ അകത്താണ് പിന്നെയും കാണുന്നത്. കുറച്ച് പച്ചയായിട്ടുള്ളൊരു കഴിക്കാൻ പാകമുള്ളതിൻ്റെ വലിയ സീനില്ല. പിന്നെ ഈ പനിക്കൂർക്ക അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു നിന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് കരിഞ്ഞു പോയി. പിന്നെ ഇടയ്ക്ക് ആൾ വെട്ടി നിർത്താറുണ്ട് കുറേ ഇങ്ങ് ചാഞ്ഞ് കിടക്കുമ്പം. പിന്നെ ഈ കാണുന്ന ഇലയുടെയൊക്കെ ഈ ഇല പോലുള്ള ചെടികളാണ് കുറച്ച് പിന്നെയും ഉള്ളത് കേട്ടോ. വീട്ടിൻ്റെ അകത്തും ചില ഭാഗങ്ങളിലൊക്കെ ഒരു മണി പ്ലാന്റ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലെ മിനുക്ക് പണികൾ, പറമ്പ് വൃത്തിയാക്കുക, ഇതൊക്കെ അച്ഛൻ്റെ ഒരു മേജർ ഹോബിയാണ്. അങ്ങനെ ഞാൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പണികൾ ആൾ ബാക്കി വെച്ചിട്ടുണ്ടാവും. ഹെൽപ്പെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ തറവാട്ടിൽ പറമ്പിലാണെന്നുണ്ടെങ്കിൽ കുറേ വാഴയും പേരയും മാവും പ്ലാവും ഇതെല്ലാം കുറേ നിൽക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം ഇപ്പോൾ അവിടെ ആരും തന്നെ താമസമില്ല. മരിച്ചിട്ടിപ്പം 1 വർഷമൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ അച്ഛൻ്റെ ഒരു മെയിൻ ടാസ്ക്. ആൾ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടിടാനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും മുറ്റത്ത് ഒരു കരിയില പോലും അങ്ങനെ കാണാറില്ല. ഞങ്ങൾ ചോദിക്കും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കുന്നത്. പക്ഷേ ആൾ അങ്ങനെയൊക്കെ ചെയ്തിടുന്നതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും വൃത്തിയായിട്ടാണ് അതെല്ലാം കിടക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ആഞ്ഞിലിച്ചക്ക. മോസ്റ്റ്ലി എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഇത് പറിക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ വിഷ്ണുവൊക്കെ വന്നപ്പോൾ കുറേ ട്രൈ ചെയ്തതാണ്. പക്ഷേ അത്രയും ഹൈറ്റിലായതുകൊണ്ട് യാതൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇതാ പേരയിൽ അത്യാവശ്യം നല്ല വിളഞ്ഞൊരു പേരയ്ക്ക കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പാകത്തിലുള്ള പേരയ്ക്ക ഡൂഡുവിന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും ഒരു കടിയിൽ കടിച്ച് നോക്കി, പിന്നെ അവനും കൊടുത്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിട്ടാണ് പേരയ്ക്ക പിന്നെ ഫിനിഷ് ചെയ്തത്. ഇതൊക്കെ ഒരുപാട് പഴുത്ത് വീണ് കിടക്കുന്നതാണ് കേട്ടോ. ആരും തന്നെ പറിക്കാൻ ഉണ്ടായിരുന്നില്ല, ആകെ അച്ഛനമ്മയും മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മേജർ ജോലി എന്താണെന്നുള്ളത്. ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ പെൻഡിങ് വെക്കുന്ന ടാസ്ക് ഇതാണ്. ഈ ടെറസിലും പാരപ്പറ്റിലും ഒക്കെ ഉള്ള കരിയിലെല്ലാം കൂടി ആൾ കൂട്ടി വെക്കും. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അത് 1-2 ട്രിപ്പായിട്ട് എടുത്തുകൊണ്ട് പോയി പറമ്പിൽ കളയുക. അത് പിന്നീട് ആൾ കത്തിച്ചോളും, പക്ഷെ അത് പറമ്പിൽ കൊണ്ട് കളയാന്നുള്ളതാണ്. അച്ഛനിപ്പോൾ പാരപ്പറ്റിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്, അതെനിക്ക് എടുത്തു തരും, ഞാൻ കൊണ്ട് കളയുക. ഇത് തന്നെയാണ് എൻ്റെ ഒരു മേജർ ജോലി. പിന്നെ ക്യാമറ കണ്ടു കഴിയുമ്പോൾ ഡൂഡിനിടയ്ക്ക് ഡാൻസ് കളിക്കാൻ തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ക്യാമറ സ്റ്റാൻഡ് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് അവൻ്റെ ഒരു വണ്ടിയിലാണ് ഇത് ചാരി വെച്ചിരിക്കുന്നത്. അപ്പോൾ കക്ഷി ക്യാമറ കണ്ടപ്പം ഒന്ന് വെറുതെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടതാണ്. ഞാൻ ആ പേരയ്ക്കായും കടിച്ചുകൊണ്ടാണ് കേട്ടോ ഈ പോകുന്നത്. ഫിനിഷ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഡൂഡു എൻ്റെ പുറകെ വെറുതെ നടക്കുന്നതാണ് കേട്ടോ, എന്താ ചെയ്യാവുന്നതെന്നൊക്കെ കാണാനായിട്ട്. ഞാനൊരു 2-3 തവണ ട്രിപ്പിൽ നടന്നു. ആ 2-3 തവണയും അവൻ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പറമ്പിലാണേലും പനിനീർ ചാമ്പ അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്, അതുണ്ട്. പിന്നെ മാവുണ്ട്. പ്രാവശ്യം മാങ്ങയൊന്നും നോക്കിയില്ല. ഈ ടൈം ആകുമ്പോഴത്തേക്ക് നല്ല മാങ്ങയൊക്കെ കിട്ടുന്നതാണ്. എന്തോ പറിക്കാൻ അങ്ങോട്ട് പോയേയില്ല. അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ ഓരോന്ന് ഒതുക്കി വന്നപ്പോഴാണ് അമ്മ മുകളിലോട്ട് വന്നു. അമ്മയും ഡൂഡുവും കൂടെ ആണെന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പോൾ ഡൂഡുവിനേക്കാൾ ചിലപ്പം ചെറുതായ പോലെയാണ് കേട്ടോ. ഇങ്ങനെ രണ്ടുപേരും കൂടെ ഓരോ പണികളൊക്കെ ഒപ്പിക്കുക. അപ്പോഴാണ് ഇവിടെ ഒരു പേരയ്ക്ക നിൽക്കുന്നത് കണ്ടുകൊണ്ട് അമ്മ കടിച്ച് കാണിച്ചത്.
സത്യം പറഞ്ഞാൽ നല്ല കോമഡിയാണ് അമ്മയുടെ ഓരോ കാര്യങ്ങൾ. എപ്പോഴും ചേട്ടനും വിഷ്ണുവും എല്ലാവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കടിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വിളഞ്ഞ കുറച്ച് പേരയ്ക്ക വീണ്ടും കിടക്കണുണ്ട്. അപ്പോൾ അതൊന്ന് കുത്തിയിടാമെന്ന് ഓർത്ത് ഞാൻ 3-4 തട്ടൊക്കെ തട്ടി. അത് ഒരെണ്ണം താഴെ വീണ് ഫുൾ ഇതായിപ്പോയി കേട്ടോ. ഒരെണ്ണം കിട്ടി. അത് ഞങ്ങൾ മുറിച്ചൊക്കെ കഴിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞു നമുക്കിന്ന് താഴെ പോവാം. ഞങ്ങൾ പിന്നെ താഴെ ചെന്ന് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറയുന്നത് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ കറികളൊക്കെ വെച്ചു. കാരണം അച്ഛന് നാളെ ഓഫീസുണ്ട്. രാവിലെ എണീറ്റ് എല്ലാം കൂടെ തീർക്കാൻ പാടായതുകൊണ്ട് കുറേശ്ശൊക്കെ രാത്രിയിലത്തേക്ക് ഉണ്ടാക്കി വെക്കും അമ്മ. നല്ല മാമ്പഴ പുളിശ്ശേരി വെച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞങ്ങളങ്ങനെ ഈ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കിടന്നുറങ്ങി. സോ ഗുഡ് മോർണിംഗ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയി. ഞാൻ എണീക്കുന്നേക്കാൾ മുമ്പ് ഡൂഡു എണീറ്റിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അമ്മ കിച്ചണിലെ പണികളെല്ലാം ഞാൻ എണീറ്റപ്പോഴത്തേക്ക് കുറേയൊക്കെ തന്നെ ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. ആൾക്ക് രാവിലെ ഒരു 9 മണിക്കുള്ളിൽ പണികളൊക്കെ തീർക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ആൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായ ഒരു സ്ഥാപനമുണ്ട്. ഒരു തയ്യൽ ഷോപ്പ്, സ്റ്റിച്ചിങ് സെൻ്റർ ഉണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആൾ ഒരു ഓഫീസ് ടൈം തന്നെയാണ് എപ്പോഴും പാലിച്ചു പോകുന്നത്. പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ആളൊരു 9:30 ആകുമ്പോഴത്തേക്ക് കടയിലോട്ട് കയറാറുണ്ട്. ഞങ്ങൾ വരുമ്പോൾ പിന്നെ കുറച്ച് ഡിലേ ആയെങ്കിലേ ഉള്ളൂ. അമ്മ കുറച്ചൊക്കെ ചപ്പാത്തി ഇതൊക്കെ അച്ഛൻ പോയിരുന്നു കേട്ടോ. ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഡൂഡുവിനാണെങ്കിൽ രാത്രി ഞങ്ങളൊരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയിരുന്നു. അവനത് മതിയെന്ന് പറഞ്ഞു. കുറച്ച് ലെറ്റ്യൂസും മയണൈസും ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ചപ്പാത്തിയിൽ അതെല്ലാം വെച്ച് റോൾ ചെയ്ത് ഒരു റോള് പോലെ ആക്കി കൊടുത്തു. അപ്പോൾ അവനതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിച്ചത്. അത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പം അതെല്ലാം കഴിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും അമ്മയും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ടൈം അങ്ങനെ പോയൊരു 11:30 ആയപ്പം ഡൂഡു പറഞ്ഞു അവന് ജ്യൂസ് വേണമെന്ന്. അപ്പം അങ്ങനെ അമ്മ മാംഗോ ജ്യൂസൊക്കെ അടിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഉച്ച കഴിയുമ്പോൾ തിരിച്ചു പോകണം കേട്ടോ. ജ്യൂസ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വന്നൊന്ന് നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന്. ഇത് കിങ്ങിനിയുടെ നെയിൽ പോളിഷിൻ്റെ കളക്ഷനാണ് കേട്ടോ. ബാക്കിയൊക്കെ കായംകുളത്താണ്. അപ്പം അവളിങ്ങനെ ഓരോ കളർ കാണുമ്പോൾ ഗ്രേസ് തോന്നിയിട്ട് വാങ്ങാറുണ്ട്. അത്യാവശ്യം സുഡിയോയിലൊക്കെ ആയാലും വെറൈറ്റി കളേഴ്സ് കിട്ടുമല്ലോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് തൃപ്പൂണിത്തുറയ്ക്ക് ഇറങ്ങി. അപ്പം ഒരു 3:30 ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പം ഡൂഡുവിനൊരു ക്ലാസ് ഈവനിങ്ങിലുണ്ട്. അങ്ങനെ ഞാനും ഡൂഡും വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഇടയ്ക്കൊന്ന് ഡീസലൊക്കെ അടിച്ച് പയ്യെ ഞങ്ങളിങ്ങ് പോന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു 2 ദിവസത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മറ്റ് വീഡിയോ ആയി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, സീ യു.